ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 4 വരെയുള്ള പാഠഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം നല്ല പ്രോബബിലിറ്റി എന്ന് തന്നെ പറയാം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുക. അതിനുശേഷം ഇതാ 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ്. അപ്പോൾ ആ ഒരു അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതാ വെൽക്കം ടു ചാപ്റ്റർ 5 ഓർഗനൈസിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യമാണ് that is process of organizing. Organizing എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is one of the most important function of management which includes identifying and grouping the work to be performed. നമ്മൾ എന്താണോ നമ്മുടെ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെ വളരെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒരേ സ്വഭാവമുള്ള സിമിലർ കൈൻഡ് ഓഫ് നേച്ചറിൽ വരുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ ഗ്രൂപ്പാക്കി തിരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ഓർഗനൈസേഷനിലെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ സബോർഡിനേറ്റ്സിന്. ആൻഡ് എസ്റ്റാബ്ലിഷിങ് എ റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കംപ്ലിഷിങ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിങ്ങിൽ വരെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നതിന് ഇപ്പം ഞാൻ ഈ പറഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 4 സ്റ്റെപ്പുകളായിട്ട് പറയാം. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യവും. എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ്? എന്താണ്? ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കടന്നു പോകുന്നത്? ഓർഗനൈസിങ് അറിയാലോ, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ 2ാമത്തെ ഫംഗ്ഷനാണ് എന്ത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിത് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. പ്രോസസ് ഓഫ് ഓർഗനൈസിങ് 1ാമത്തെ പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. 2ാമത്തെ പ്രോസസ്സാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 3ാമത്തെ പ്രോസസ്സാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. 4ാമത്തെ പ്രോസസ്സാണ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിവൈഡിങ് ദ വർക്ക് ദാറ്റ് ഹാസ് ടു ബി ഡൺ. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്, ആ ഒരു വലിയ കാര്യത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ 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 ഭാഗങ്ങളാക്കി മാറ്റാം. ഓക്കെ, എന്തിനങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അതായത് നമ്മൾ ഒരു വലിയ കാര്യം ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ആ വലിയ കാര്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ചെയ്ത് അതിൽ സ്പെഷ്യലിസ്റ്റായി അല്ലെങ്കിൽ അതിൽ വിദഗ്ധരാവുക അല്ലെങ്കിൽ എക്സ്പേർട്ടായി മാറാമെന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു ജോലിയെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി അത് ഓരോരുത്തർക്ക് അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾക്ക് കൊടുത്ത് അത് ചെയ്യാൻ പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി അത് ചെയ്ത് അതിൽ സ്പെഷ്യലിസ്റ്റായി മാറാനും നമുക്ക് സാധിക്കും. 2ാമത്തെ സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഗ്രൂപ്പ് സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ഇൻ ടു ലാർജർ യൂണിറ്റ്സ് കോൾഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അതായത് ഇപ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ഒരുപാട് ജോലികളുണ്ടാവും. ആ ഒരുപോലെ ഇരിക്കുന്ന ജോലികളൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ദർ ആർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോരോ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് മൊത്തത്തിൽ ചെയ്യേണ്ട ജോലികളെ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന ജോലികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് അതിനെ മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇപ്പോൾ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, അഡ്വർടൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിലോട്ട് പോകും? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ സിമിലർ കൈൻഡ് ഓഫ് ആക്ഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ.
ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മൂന്നാമത്തെ സ്റ്റെപ്പാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അലോക്കേറ്റ് ദ വർക്ക് ടു വേരിയസ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് കോമ്പിറ്റൻസീസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന്, എംപ്ലോയീസിന് അവരുടെ കഴിവിനും അവരുടെ ഒരു എഫിഷ്യൻസിക്കൊക്കെ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലി അവർക്ക് അലോക്കേറ്റ് ചെയ്ത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് എന്ത്? അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രിയേഷൻ ഓഫ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദ ജോബ് പൊസിഷൻസ്. അതായത് ഇപ്പോൾ ഒരു ജോബ് പൊസിഷൻ, ഒരു പദവി ഉണ്ട്, അതിൽ ആർക്കാണ് അതോറിറ്റി, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് എന്തിനൊക്കെയുള്ള അതോറിറ്റി ഉണ്ട്, അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് വലിയ കോൺഫ്ലിക്ട്സോ ബഹളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക കേട്ടോ. ഡൗട്ട് വെച്ചിരിക്കരുത്, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഇത് രണ്ടും നമ്മുടെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ എന്താണ് ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് എന്ത്? ഫങ്ഷണൽ സ്ട്രക്ചറും മറ്റൊന്നാണ് ഡിവിഷണൽ സ്ട്രക്ചറും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു 5 വ്യത്യാസങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻ ഫങ്ഷണൽ സ്ട്രക്ചർ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. അതായത് അവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ തിരിച്ചിട്ടുള്ളതെങ്കിൽ, സ്ട്രക്ചർ തിരിച്ചിട്ടുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ അവർ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിൽ വേറെ ഫേർണിച്ചർ റിലേറ്റഡ് ആയിട്ട് വിൽക്കുന്നവരുണ്ടാവാം. അതായത് ഒരു ഓർഗനൈസേഷൻ തന്നെ പല തരത്തിലുള്ള, അപ്പോൾ ഫുട്വെയർ, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെ വരുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് ലൈൻ. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ അതിലുണ്ട്. ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷനാണ് ഉള്ളത്. ആൻഡ് ഇൻ ഫങ്ഷണൽ സ്ട്രക്ചർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റ ഫങ്ഷനേ ഉള്ളൂ, അതായത് ഒറ്റൊരു കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് അവിടെയുള്ളൂ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം അവിടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡിവിഷനിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പെർഫോമൻസ്. കാരണം ഓരോ പ്രൊഡക്റ്റ് ലൈനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അത് വളരെ എക്കണോമിക്കലാണ്, കാരണം ഒറ്റ പ്രൊഡക്റ്റ് ലൈനേ ഉള്ളൂ. പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ലൈൻ ഉണ്ട്, അപ്പോൾ അത് വെരി കോസ്റ്റ്ലി ആണ്. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചർ വളരെ ചെറിയൊരു ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ഡിവിഷണൽ സ്ട്രക്ചർ കുറേ കൂടി ബിഗ് ഓർഗനൈസേഷനാണ് എന്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്, ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അതും ഇതേപോലൊരു ഡിഫറൻസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഫ്രം വൺ ലെവൽ ടു അനദർ. ഇവിടെ അതോറിറ്റി ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. ഡെലിഗേഷനിൽ അതോറിറ്റി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ആരാണോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും, ഇപ്പോൾ ഒരു സുപ്പീരിയർ അവരുടെ സബോർഡിനേറ്റിന് ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ അയാളത് കൊളാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആ സുപ്പീരിയർക്ക് തന്നെയാണ്. അപ്പോൾ അതോറിറ്റി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെലിഗേഷനിൽ പറ്റില്ല. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ രണ്ടും കൊടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മറ്റൊരു ലെവലിലേക്ക്.
പിന്നെ അത് ആ ലെവലിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഡെലിഗേഷൻ ഈസ് എ കമ്പൽസറി ആക്ട്. എന്തായാലും സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അതൊരു കമ്പൽസറി ആക്റ്റാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ അത് ഓർഗനൈസേഷൻ്റെ ഓപ്ഷണൽ പോളിസിയാണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ആൻഡ് ഇൻ കേസ് ഓഫ് ഡെലിഗേഷൻ മോർ കൺട്രോൾ ബൈ സുപ്പീരിയേഴ്സ് ആൻഡ് ലെസ് ഫ്രീഡം ടു ടേക്ക് ഓൺ ഡിസിഷൻസ്. അതായത് സുപ്പീരിയേഴ്സിന് എന്താ പറയുക, നല്ലൊരു കൺട്രോൾ ഉണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. ഓക്കെ, പിന്നെ ഡീസെൻട്രലൈസേഷന് വരുമ്പോൾ ലെസ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്സ്, ഹെൻസ് ഗ്രേറ്റർ ഫ്രീഡം ഇൻ ആക്ഷൻ. അതായത് ഡീസെൻട്രലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൺട്രോളൊക്കെ എക്സിക്യൂട്ടീവ്സിന് വരുന്നുള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് ഡെലിഗേഷൻ അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടോട്ടാലിസ്റ്റിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ പഠിച്ചോളൂ. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്.